ഒരു ഫോട്ടോ സെഷൻ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനോ വലിയ ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിങ്ങോ ആയിട്ടല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് KCBC സെക്രട്ടറി അച്ഛൻ വന്നിട്ടുണ്ട്. കമ്മീഷൻ KCBC കമ്മീഷൻ ചെയർമാൻ സെക്രട്ടറി അച്ഛനും വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അത് ഓരോരുത്തരായിട്ട് ഞാൻ മീഡിയയ്ക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ സിനിമ ഈ മാസം 22-ാം തീയതി റിലീസ് ചെയ്യുകയാണ്, ക്രിസ്മസിന്. നമുക്കറിയാം, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ വലിയ സിനിമകൾ വലിയ ഓളം ഉണ്ടാക്കി വരാൻ പോകുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മൾ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ സിനിമയുടെ കണ്ടന്റ് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 1975 അടിയന്തരാവസ്ഥ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മുടെ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള കുടുംബങ്ങൾ, നമ്മുടെ നാടിന്റെ അവസ്ഥ, ഇതൊക്കെ വളരെ മനോഹരമായി നമ്മുടെ സംവിധായകൻ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വലിയൊരു പങ്ക് അതിന്റെ സ്ക്രിപ്റ്റ് ആ രീതിയിലേക്ക് രൂപപ്പെടുത്തിയെടുത്ത സ്ക്രിപ്റ്റ് റൈറ്റർ. അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ കണ്ടിരിക്കേണ്ട, തലമുറ കണ്ടിരിക്കേണ്ട പ്രസക്തമായ ഒരു സിനിമയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം. ഇനി ഇതിന്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിട്ടുള്ള, സ്ക്രിപ്റ്റ് മാത്രമല്ല ഇതിന്റെ കഥ, തിരക്കഥ, പ്രമാദമായ കണ്ടല സഹകരണ ബാങ്ക് കേസിന്റെ പ്രതിഭാഗം അഡ്വക്കേറ്റ് ആണ്. പത്രത്തിലൊക്കെ ഇന്ന് ന്യൂസ് ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് PT ജോസ്. അദ്ദേഹമാണ് കോടതിയിൽ അപ്പീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കേസിൽ. പിന്നെ ഇനി അടുത്തതായിട്ട് ഈ സിനിമയിലെ തുടക്കം മുതൽ ഇതിന്റെ സംവിധായകരോടൊപ്പവും എല്ലാവരോടൊപ്പം നിന്ന് ഇതിന്റെ ഒരു ശക്തമായ കഥാപാത്രവും ചെയ്തത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ മീഡിയയ്ക്കും നമ്മുടെ എറണാകുളത്തെയും കേരളത്തെയും സാംസ്കാരിക മണ്ഡലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ JJ കുറ്റിക്കാട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ ഈ എറണാകുളത്ത് തന്നെയുള്ള ഒരു ഫാദർ വന്നിട്ടുണ്ട്, ഫാദർ ഫിലിപ്പ്. അപ്പൊ എല്ലാവരും ആലോചിക്കുന്നത് ഇനി ഒരാൾ കൂടിയുണ്ട്. നമ്മളുടെ ഇതിപ്പോൾ ഓഡിയോ ലോഞ്ചാണ്. ഇതിലെ 3 സംഗീത സംവിധായകരാണ് ഇതിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അഷ്റഫ് സാർ ചെയ്തിട്ടുള്ള സിനിമ ആലപ്പി അഷ്റഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പഴയ സിനിമകളൊക്കെ ഓർക്കുമ്പോൾ അതിലെ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ചെയ്ത പാട്ടുകളൊക്കെ ഇന്നും നമ്മളുടെ പ്രേക്ഷകരുടെ, നമ്മൾ എല്ലാവരും നൊസ്റ്റാൾജിക്കായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അദ്ദേഹത്തിന്റെ സിനിമയിലുണ്ട്. പിന്നെ അതിന്റെ പശ്ചാത്തല സംഗീതമൊക്കെ അതുപോലെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലും അങ്ങനെ തന്നെ സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 3 സംഗീത സംവിധായകർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതിലെ ഈ ഒരു പാട്ട് ഇപ്പോൾ ഓഡിയോ നമുക്ക് 24/7 ആണ് ഓഡിയോ എടുത്തിരിക്കുന്നത്. അതിന്റെ പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓഡിയോ ഒരു സോങ് റിലീസ് ചെയ്തു, സമയക്കുറവുകൊണ്ട്. ആ പാട്ട് സംഗീതം ചെയ്തിരിക്കുന്ന ഒരു സംഗീത സംവിധാനം മലയാള സിനിമയിലേക്ക് ഞങ്ങൾ ഈ സമയത്ത് പരിചയപ്പെടുത്തുകയാണ്, ശ്രീ ജയരാജ്. പ്ലീസ്. എല്ലാവരും വിചാരിക്കും ഇതിന്റെ അമരക്കാരനെ കാണാനില്ല, ഇതുവരെ വിളിച്ചില്ല ഞാൻ അല്ലേ? ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു, അമരക്കാരനെ വെളി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അതൊരു സർപ്രൈസ് ആയിട്ട് ഏറ്റവും അവസാനം ഈ നമ്മൾ വണ്ടിയിലൊക്കെ ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞ് ഈ വലിയ കപ്പലിലൊക്കെ കയറി കഴിഞ്ഞിട്ട് അവസാനം കപ്പിത്താൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇതിന്റെ അമരക്കാരനായ വളരെയേറെ കഴിവും വളരെ പ്രശസ്തനുമായ, നമുക്കറിയാം മീഡിയയിൽ അത്രമാത്രം പ്രശസ്തനാണ്, വളരെ കഴിവുണ്ട്, നല്ല ക്രാഫ്റ്റ് ഉള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തെ, ആലപ്പി അഷ്റഫ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ ഓഡിയോ ലോഞ്ച് അതുകൂടാതെ നമ്മൾ മീഡിയയ്ക്ക് ഇപ്പം പരിചയപ്പെടുത്തുകയാണ് പുതിയ ഒരു നായകനും നായികയും നമ്മൾ മലയാള സിനിമയിലേക്ക്, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് തന്നെ അവർ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിലെ നായകനായിട്ട് അവതരിപ്പിച്ച് നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലായി, ഞങ്ങളൊക്കെ അതിന്റെ പ്രിവ്യൂ കണ്ടു. അത് ഇന്ന് മലയാളത്തില് ഒരു നായകൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിൽ മെയ്വഴക്കത്തോടു കൂടിയാണ് ഫൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല കാലിബറുള്ള ഒരു പുതുമുഖ നായകനെ ഞങ്ങൾ ആലപ്പി അഷ്റഫ് അവതരിപ്പിക്കുകയാണ് മലയാള സിനിമയിലേക്ക്. പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും അങ്ങനെ ആയിത്തീരട്ടെ എന്ന്, നല്ല രീതിയിൽ ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രീ നിഹ, പ്ലീസ്. അതുപോലെ ഒരു വളരെ ടാലന്റുള്ള ഒരു കുട്ടിയെ ഓഡിഷനിലൂടെ കണ്ടെത്തിയതാണ് ഇതിലെ നായിക. നല്ല കഴിവുണ്ട്, അത് നമുക്ക് സിനിമയിലും കാണാം. അതിലുപരിയായിട്ട് വേറെ കഴിവുള്ള ഒരു കുട്ടിയാണ്.
നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന ഈ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്ന പുതുമുഖ നായിക ഗോപിക. പ്ലീസ്. അതുപോലെ മലയാളത്തിലെ പല സിനിമകളിലും മുഖം കാണിച്ചുകൊണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് റിയ കാപ്പിൽ. പ്ലീസ് കം. ഈ സിനിമയിൽ നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്രാമയിലാണ് ആരംഭിക്കുന്നത്. അതിനകത്ത് ഒരു ബൈബിൾ ഡ്രാമയാണ് ആരംഭിക്കുന്നത്. അതിൽ ജീസസിന്റെ വേഷം ചെയ്യാനായിട്ട് പ്രത്യേക കോസ്റ്റ്യൂം ഒന്നും ഗെറ്റപ്പ് മേക്ക് ഓവർ ഒന്നും ഇല്ലാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് ഡയറക്ടർ കണ്ടെത്തിയത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേര് ഹാഷിം ഷാ. വളരെ പ്രശസ്തനായ ഒരു സിംഗറാണ് അദ്ദേഹം. അദ്ദേഹം ഈ സിനിമയിൽ നന്നായിട്ട് ഈ മുടിയൊക്കെ അഴിച്ചിട്ടാൽ നല്ല ജീസസിന്റെ രൂപഭാവമാണ്. അത് നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ നമ്മുടെ നായക കഥാപാത്രം ചെയ്യുന്ന നടന്റെ ഫാദറായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അതുകൊണ്ട് വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും പരിചയപ്പെടുത്തുന്നു. നമുക്കിനി ഔദ്യോഗികമായിട്ട് ഈ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് ശേഷം നമുക്ക് ഓരോ വാക്ക് എല്ലാവർക്കും സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഓഡിയോ ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് പോകാം. ഓക്കെ, റെഡി? എല്ലാവരുടെയും അങ്ങനെ നമ്മുടെ ഓഡിയോ നമ്മൾ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുകയാണ്. ഓഡിയോ ലോഞ്ച് ഭംഗിയായി ഇതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഗാനങ്ങളെയും ഈ സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം.